കൃത്യമായി ടാർഗറ്റഡ് സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂവിലാണെന്നാണ് വാർത്തകൾ വരുന്നത്. ഫിലിപ്പൈൻസ് 2022 $30.75 കോടി ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ മറ്റു പല രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്ന വാർത്തകൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. എന്താണ് ബ്രഹ്മോസ് മിസൈൽ? എന്താണ് ഈ ഇന്ത്യൻ നിർമ്മിത മിസൈലിന്റെ പ്രത്യേകത? ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ അല്ലെങ്കിൽ കരാധിഷ്ഠിതമായ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബ്രഹ്മോസ് എന്നത് 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്രയും റഷ്യയിലെ മോസ്കോയും. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ NPO മെഷ്നോസ്ട്രോനേനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. 2001 മിസൈൽ ആദ്യമായി പരീക്ഷിച്ചത്. 2005 മുതൽ ഇന്ത്യൻ സായുധ സേനയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ബ്രഹ്മോസ് മിസൈലിന്റെ വേഗതയെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മോസ് മിസൈലിന് മാക് 2.8 അതായത് ഏകദേശം 3000 km/മണിക്കൂർ വേഗതയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. റേഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ മിസൈലിന് 290 കിലോമീറ്ററിലധികം എന്ന് വെച്ചാൽ 180 മൈൽ ദൂരപരിധിയുണ്ട്. ഇത് ഒരു ബൂസ്റ്റർ ഉപയോഗിച്ച് 800 കിലോമീറ്ററിലധികം വരെ നീട്ടാനും സാധിക്കും. ബ്രഹ്മോസ് മിസൈലിന് 300 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹെഡ് വഹിക്കാനും സാധിക്കുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈലിന് നിരവധി വകഭേദങ്ങളുണ്ട്. ആദ്യത്തേത് ബ്രഹ്മോസ് ബ്ലോക്ക് 1 ആണ്. മിസൈലിന്റെ പ്രാരംഭ വകഭേദമാണിത്. 2005 ഇന്ത്യൻ നാവികസേനയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും നാവിഗേഷൻ സംവിധാനങ്ങളുമുള്ള ഒരു മികച്ച വേരിയന്റാണ് ബ്രഹ്മോസ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ബ്രഹ്മോസ് ബ്ലോക്ക് 3 എന്നത് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനും മെച്ചപ്പെട്ട സ്റ്റെൽത്ത് കഴിവുകളുമുള്ള ഒരു വേരിയന്റ് ആണ്. ബ്രഹ്മോസ് A ആണ് അടുത്തത്. മിസൈലിന്റെ എയർ ലോഞ്ച് വേരിയന്റ് ആണ് ബ്രഹ്മോസ് A. ഇതൊരു Su-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് പരീക്ഷിച്ചതുമാണ്. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലിന്റെ ഒരു ചെറിയ പതിപ്പാണ് ബ്രഹ്മോസ് M എന്നത്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയുൾപ്പെടെ ഇന്ത്യൻ സായുധ സേനകളാണ് നിലവിൽ ബ്രഹ്മോസ് മിസൈൽ പ്രവർത്തിപ്പിക്കുന്നത്. സ്വന്തം സൈന്യത്തിനു വേണ്ടി മിസൈൽ വാങ്ങാൻ റഷ്യയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾക്ക് താൽപര്യം വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി അടയാളപ്പെടുത്തുന്ന ബ്രഹ്മോസ് മിസൈലുകളുടെ 3 ബാറ്ററികൾക്കായി ഫിലിപ്പീൻസ് ഇതിനകം $375 മില്യൺ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. തീരദേശ പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിനായി ബ്രഹ്മോസ് മിസൈലിന്റെ തീരത്തെ അടിസ്ഥാനമാക്കിയുള്ള കപ്പൽ വിരുദ്ധ വകഭേദങ്ങൾ ഏറ്റെടുക്കാൻ വിയറ്റ്നാമിനും താൽപര്യമുണ്ട്. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇന്തോനേഷ്യയ്ക്ക് നൽകാനുള്ള $450 മില്യൺ കരാറിന് ഇന്ത്യ അന്തിമ രൂപം നൽകി. ഈ ഇടപാട് സംബന്ധിച്ച് ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം ജക്കാർത്തയിലെ ഇന്ത്യൻ എംബസിയുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ന്യൂഡൽഹി സന്ദർശന വേളയിൽ കരാർ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ബ്രസീൽ, മലേഷ്യ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഏറ്റെടുക്കാനുള്ള ചർച്ചയിലാണ്. ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ താൽപര്യപ്പെടുന്നതിന്റെ ചില കാരണങ്ങൾ ഇതാണ്. ബ്രഹ്മോസ് മിസൈലിന്റെ സൂപ്പർസോണിക് വേഗതയും കപ്പൽ വിരുദ്ധ ശേഷിയും ശത്രു നാവികസേനയെ ഫലപ്രദമായി തടയുന്നു. മിസൈലിന്റെ തീരത്തെ അടിസ്ഥാനമാക്കിയുള്ള വകഭേദങ്ങൾ ശക്തമായ ഒരു തീരപ്രതിരോധ സംവിധാനം നൽകുന്നു. ശത്രു കപ്പലുകൾക്കും ഉഭയജീവി ലാൻഡിങ്ങുകൾക്കുമെതിരെ സംരക്ഷിക്കുന്നു. കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, കരാധിഷ്ഠിത സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. മിസൈലിന്റെ നൂതന മാർഗനിർദ്ദേശ സംവിധാനം ഉയർന്ന കൃത്യതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്നു. മിസൈലിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും കുറഞ്ഞ പരിപാലന ചെലവും ദീർഘായുസ്സും ഉറപ്പാക്കുന്നു. ഇവയെല്ലാമാണ് മറ്റു രാജ്യങ്ങൾ ഇതിനെ ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങൾ.